പ്രവാസവും കുടിയേറ്റവും മലയാളിക്ക് പുതുമയുള്ള കാര്യമല്ല. കാലത്തിനൊപ്പം പുത്തൻ ജീവിതാനുഭവം തേടിയുള്ള കുടിയേറ്റം കൂടിയായപ്പോൾ കേരളത്തിൽ അവശേഷിച്ചത് പൂട്ടിക്കിടക്കുന്ന 13 ലക്ഷത്തിലേറെ വീടുകളാണ്. ഇത് കുറച്ചു വർഷം മുൻപുള്ള കണക്കാണ്. ഇപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാകാം. വിദേശത്ത് പോയവരിൽ കുറച്ചുപേർ തിരികെ നാട്ടിലേക്ക് എത്തും വരെ വീട് നോക്കാനുള്ള സൗകര്യങ്ങൾ നേരത്തെ തന്നെ ഒരുക്കും. എന്നാൽ മറ്റു ചിലരാകട്ടെ മുറ്റവും പറമ്പും മാത്രം വൃത്തിയാക്കാൻ ആളെ ഏർപ്പാടാക്കും. വീട് തിരികെ എത്തുമ്പോൾ വൃത്തിയാക്കാമെന്ന മട്ടിൽ മാസങ്ങളോളം പൂട്ടിയിടും. ജോലിക്കായി മറ്റു ജില്ലകളിലേക്കോ സംസ്ഥാനങ്ങളിലേക്കോ പോയവർ 1-2 മാസത്തിൽ വീട്ടിലെത്തും. കള്ളന്മാരുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ CCTV വയ്ക്കുക എന്നതാണ് മിക്ക ആളുകളും കണ്ടെത്തുന്ന ഒരു എളുപ്പ വഴി. എന്നാൽ ഇതിനുമപ്പുറം മറ്റു ചില കാര്യങ്ങൾ കൂടി വീട് പൂട്ടിയിട്ട് പോകും മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഉറപ്പായും വീട്ടിലെ TV, മിക്സി ഉപകരണങ്ങൾ പ്ലഗ് പോയിന്റുമായി ബന്ധിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. വലിയ കവറുകൾ ഉപയോഗിച്ച് ഉപകരണങ്ങൾ മൂടി വയ്ക്കുന്നതും നല്ലതാണ്. ദീർഘകാലത്തേക്കാണ് വീട് പൂട്ടിയിടുന്നതെങ്കിൽ ഫ്രിഡ്ജിലെ സാധനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയ ശേഷം വൃത്തിയാക്കി നനവ് അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. എക്സ്റ്റൻഷൻ കോഡുകളും ഊരി വയ്ക്കണം. പ്രധാന വൈദ്യുതി മീറ്റർ ഓഫ് ചെയ്യാനും മറക്കരുത്. അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കാനും ശ്രമിക്കാം. കൂടാതെ വീട് വിട്ടിറങ്ങുന്നതിന് മുൻപ് ടാപ്പുകൾ തുറന്നു വെച്ച് വാട്ടർ ടാങ്കിലെ വെള്ളം പൂർണ്ണമായി ഒഴുക്കിക്കളയണം. ടാങ്ക് നന്നായി മൂടി വയ്ക്കാനും മറക്കേണ്ട. വാഷ് ബേസിനുകൾ, അടുക്കളയിലെ സിങ്ക് തുടങ്ങിയവയുടെ പുറത്തേക്ക് തുറന്നിരിക്കുന്ന ഓവുകളിൽ ഇഴജന്തുക്കൾ കയറാത്ത വിധത്തിൽ അടച്ച് സൂക്ഷിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ താമസിക്കാൻ അവിടെ വൃത്തിയുള്ള ഒരു വീട് ബാക്കി കാണും.